അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസ് വിജ്ഞാനത്തിലെ അമീറുൽ മുഅ്മിനീൻ, ഹദീസ് വിജ്ഞാന ശാഖയിലെ കുലപതി എന്ന് ലോകം പേരിട്ട് വിളിച്ച ഒരു മഹാപണ്ഡിതൻ. അസഹു കിതാബിൻ ബഅദ കിതാബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്വഹീഹായിട്ടുള്ള ഗ്രന്ഥം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥത്തിന് ഉടമ മഹാനായ പണ്ഡിതൻ ഇമാം അഹ്മദ് ബിൻ അംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ യഹ്യ ബിൻ മഈൻ, അലി ബിൻ മദീനി എന്ന് തുടങ്ങി വളരെ പ്രശസ്തരായ മഹാപണ്ഡിതന്മാരുടെ ശിഷ്യനായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി പറയുകയാണ്, എനിക്ക് 1000-ലധികം ഉസ്താദുമാരുണ്ട്, ധാരാളക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസുകളെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത, ആ നിലക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രതിഭയായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ജനിച്ച നാട്ടിൽ ആരുമറിയാത്തൊരു കൊച്ചുബാലൻ ലോകത്തിന്റെ നെറുകയിൽ, വിജ്ഞാനത്തിന്റെ നെറുകയിൽ എത്തിയ കഥയാണ് ഇമാം ബുഖാരിയുടെ കഥ. തന്റെ ജീവിതം 62 വയസ്സായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മരണപ്പെടുന്ന സമയത്തുണ്ടായിരുന്നത്. തന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ, ശേഖരിക്കാൻ വേണ്ടി ചൂടും തണുപ്പും മരുഭൂമിയിലെ പ്രയാസങ്ങളും ക്ലേശങ്ങളുമെല്ലാം സഹിച്ച് ധാരാളക്കണക്കിന് യാത്രകൾ അദ്ദേഹം ചെയ്തു. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാവരും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബിൻ ഇബ്രാഹിം ഇബിൻ മുഗീറ ബിൻ ബർദിസ്ബ എന്നായിരുന്നു. ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലുള്ള ബുഖാറ എന്ന ഗ്രാമത്തിലാണ് ഹിജ്റയുടെ 194 ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്മായിൽ വലിയ പണ്ഡിതനായിരുന്നു, വലിയ മുഹദ്ദിസായിരുന്നു. പക്ഷേ ജനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കാഴ്ച ശക്തിയില്ലായിരുന്നു. തൻ്റെ പിതാവിനെ പോലെ തന്നെ വലിയ ഒരു പണ്ഡിതനായി മാറണം എന്ന് ഇമാം ബുഖാരിയുടെ ഉമ്മക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞ് അന്ധനാണ്, കണ്ണ് കാണാത്തവനാണ്. ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകന് മുഹമ്മദിന് കണ്ണിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുന്നു. ഒരു ഉമ്മയുടെ പ്രാർത്ഥന എത്രത്തോളം മക്കളിൽ സ്വാധീനമുണ്ടാക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമാം ബുഖാരിയുടെ ഉമ്മയുടെ പ്രാർത്ഥന. പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. വലിയ സമ്പന്നനായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ പിതാവ് ഇസ്മായിൽ. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഉമ്മ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ബുഖാറയിലുള്ള ജീവിത കാലഘട്ടത്തിൽ ആകുന്നിടത്തോളം പണ്ഡിതന്മാരെ കാണുകയും ഹദീസുകൾ പഠിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കി. 10 വയസ്സിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹദീസുകൾ ഹിഫ്ലാക്കൽ തുടങ്ങി. 10,000-ഓളം ഹദീസ് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സനദടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആര് കേട്ടു, അതിനുശേഷം ആര് കേട്ടു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വരെയുള്ള ആ പണ്ഡിതന്മാരെക്കുറിച്ചും അവരുടെ ലഖബുകളും അവരുടെ കുനിയകളും എല്ലാം പഠിച്ച് ആ നിലക്ക് സനദടക്കം, സനദും മത്തിനും അദ്ദേഹം 10,000-കണക്കിന് ഹദീസുകളാണ് അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ മനഃപ്പാഠമാക്കിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോവുകയാണ്. തൻ്റെ ഉമ്മയെയും തൻ്റെ സഹോദരൻ അഹമ്മദും കൂടെ യാത്രയിലുണ്ട്. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവരെ രണ്ടുപേരെയും പറഞ്ഞയച്ചു. ശേഷം ഇൽമു പഠിക്കുന്നതിന് വേണ്ടി, ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി മക്കയിലും മദീനയിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ, പുണ്യഭൂമിയിൽ അദ്ദേഹം താമസമാക്കുകയാണ്. അവിടെ നിന്നങ്ങോട്ട് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്നങ്ങോട്ട് തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് തേടിയുള്ള യാത്ര. കൂഫയും ബസ്രയും ഷാമും മിസ്റും എന്നു തുടങ്ങിയ ധാരാളക്കണക്കിന് രാജ്യങ്ങളിലേക്ക്. ഏകദേശം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ പറയുന്നത് ഏകദേശം 1400 കിലോമീറ്റർ തൻ്റെ കാൽനടയായും തൻ്റെ കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ ഒട്ടകപ്പുറത്തുമൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, അന്നത്തെ കാലത്ത് വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ സഹിച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എത്രയോ 10,000-കണക്കിന് കിലോമീറ്ററുകൾ അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി, അദ്ദേഹം മനഃപ്പാഠമാക്കാൻ വേണ്ടി, ഇൽമു ശേഖരിക്കാൻ വേണ്ടി യാത്ര ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഗ്രന്ഥരചന ആരംഭിച്ചു എന്നുള്ളതാണ്. തൻ്റെ 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 1-ാമത്തെ ഗ്രന്ഥം രചിക്കുന്നത്. വളരെ വിഖ്യാതമായ ഹദീസ് റാവിമാരുടെ ചരിത്രം പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം താരീഖുൽ കബീർ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. തൻ്റെ ഉസ്താദായിട്ടുള്ള ഇസ്ഹാഖ് ബിൻ റാഹവൈ ഒരിക്കൽ പറയുകയുണ്ടായി, ഹദീസ് പണ്ഡിതന്മാരുടെ ജീവചരിത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നൊരു ഗ്രന്ഥമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അത് തൻ്റെ മനസ്സിൽ കോറിയിടുകയും അദ്ദേഹം പഠനം തുടങ്ങി.
പഠനം തുടങ്ങി പഠിച്ചു പൂർത്തിയാക്കി ഏകദേശം 1300-ലധികം ഹദീസ് പണ്ഡിതന്മാരെക്കുറിച്ച് വളരെ വിശദമായി അവരെങ്ങോട്ട് പോയി, അവരുടെ പിതാക്കന്മാരാരാണ്, അവരുടെ ശിഷ്യന്മാരാരാണ്, അവരുടെ ഉസ്താദുമാരാരാണ് എന്ന് കൃത്യമായി പഠിച്ച് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഉസ്താദിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ്. ഇത് വായിച്ചു നോക്കി പരിശോധിച്ചു നോക്കി ഉസ്താദ് പറഞ്ഞു, ആ മഹാപണ്ഡിതനായ ഇസ്ഹാഖ് ബിൻ റാഹവി പറഞ്ഞു, സിഹ്റുൻ സിഹ്റ, വല്ലാത്ത അത്ഭുതമാണ്, മായാജാലമാണ്, വിസ്മയമാണിത്. ഈ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണിത് കരസ്ഥമാക്കിയത്, എങ്ങനെയാണിത് എഴുതി തീർത്തത്, ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്, മാജിക്കാണ് എന്ന് തൻ്റെ ഉസ്താദ് പറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് കേൾക്കുന്നതെല്ലാം മനഃപ്പാടമായിരുന്നു, വായിക്കുന്നതെല്ലാം മനഃപ്പാടം, അത്രക്കധികം മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം വായിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പൊത്തിപ്പിടിക്കുമായിരുന്നു. കാരണം വായിക്കുമ്പോൾ അദ്ദേഹം മനഃപ്പാടമാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം പൊത്തിപ്പിടിക്കുമായിരുന്നു, കൈകൊണ്ട് മറച്ചു പിടിക്കുമായിരുന്നു. അദ്ദേഹം ബസ്രയിൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടുത്തെ ഷെയ്ഖുമാരിൽ നിന്നും ഹദീസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹപാഠികളെല്ലാം ഹദീസുകൾ എഴുതി വെക്കുന്നുണ്ട്. ഈ സമയത്ത് സഹപാഠികൾ അദ്ദേഹത്തെ പരിഹസിച്ചു, എന്താണ് മുഹമ്മദ് എഴുതി വെക്കാത്തത്, എന്താണ് യഥാർത്ഥത്തിൽ മറന്നു പോവുകയില്ലേ? അവർ കൂടെ കൂടെ പറയാൻ തുടങ്ങി, ദിവസങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഉസ്താദുമാരിൽ നിന്നും കേട്ടതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും എടുത്ത് പറഞ്ഞു കൊടുത്തു എന്നാണ്. കൂട്ടുകാരന്മാർ, കൂടെ പഠിക്കാൻ വന്ന ആളുകൾ, സഹപാഠികൾ അത്ഭുതപ്പെട്ടു പോയി. എന്ന് മാത്രമല്ല, അവർ എഴുതി വച്ചതിലുള്ള തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ മനഃപ്പാടത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന അത്ഭുത മനുഷ്യൻ, എന്ന അത്ഭുത പണ്ഡിതൻ, അത്ഭുത പ്രതിഭ. നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന അത്ഭുതം, അത് രചിക്കാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ കാല് എവിടെയാണോ ചവിട്ടുന്നത്, കാലടിപ്പാടുകളിൽ തന്നെ അദ്ദേഹം ചവിട്ടി നടക്കുന്നുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്രയിൽ വരുന്ന പ്രയാസങ്ങളെല്ലാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി തട്ടിമാറ്റുന്നുണ്ട്. ഈ സ്വപ്നം തൻ്റെ ഉസ്താദുമാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വരുന്ന വിമർശനങ്ങളെ നീ തടുക്കുമെന്നും റസൂലുള്ളാഹിൻ്റെ ഹദീസുകളെ സംരക്ഷിക്കുമെന്നും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് ഉസ്താദുമാർ പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, വളരെ സ്വഹീഹായി വന്ന ഹദീസുകൾ മാത്രം രചിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് ഒരു ചരിത്രം. രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ മാത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അദ്ദേഹം ഇങ്ങനെ ആത്മകഥ നടത്തുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്. കാരണം അന്ന് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ആ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ സ്വഹീഹും ളയീഫുകളുമുണ്ട്. എന്നാൽ സ്വഹീഹായിട്ടുള്ളൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനസ്സിൽ ഉടക്കുകയും അദ്ദേഹം ആ നിലക്ക് ഒരു ഗ്രന്ഥം എഴുതി തയ്യാറാക്കാൻ, ക്രോഡീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മറ്റുള്ള ഹദീസ് പണ്ഡിതന്മാർ വച്ചതിനേക്കാൾ വലിയ നിബന്ധനകൾ അദ്ദേഹം അതിനൊക്കെ ഉണ്ടായി. ഒരുപാട് നിബന്ധനകളുണ്ട് ഒരു ഹദീസ് സ്വഹീഹാകാൻ വേണ്ടി. റാവിമാർ സ്വീകാര്യന്മാരായിരിക്കണം. അതേപോലെ തന്നെ ചങ്ങലകൾക്കിടയിൽ, സനദുകൾക്കിടയിൽ മുറിഞ്ഞു പോകാൻ പാടില്ല, ഹദീസുകൾക്ക് ന്യൂനത ഉണ്ടാകാൻ പാടില്ല, മത്നുകൾക്ക് ന്യൂനത ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്. ഇതിലേക്കാളേറെ നിബന്ധനകൾ അദ്ദേഹം വെക്കുകയും അങ്ങനെ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, 7275 ഹദീസ്, സ്വഹീഹായ ഹദീസുകൾ രേഖപ്പെടുത്തിയ സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം, അത്ഭുത ഗ്രന്ഥം അദ്ദേഹം രചന നടത്തുകയുണ്ടായി. ഓരോ ഹദീസുകൾ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി സ്വഹീഹാണെന്ന് അറിഞ്ഞതിന് ശേഷം അത് തൻ്റെ ഗ്രന്ഥത്തിലേക്ക് എഴുതി വെക്കുന്നതിന് മുമ്പ് ഒളുവെടുത്ത് റൗളയിൽ നിന്ന് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നമസ്കരിച്ച് പടച്ചറബിനോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിലേക്ക് എഴുതി വെക്കാറുള്ളത്. അതിനുശേഷം തൻ്റെ ഗ്രന്ഥരചന പൂർത്തിയാക്കി തൻ്റെ ഉസ്താദുമാരായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെയും യഹ്യ ബിൻ മഈനെയും അലിയുൽ മദീനിയെയും ഒക്കെ കാണിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇമാം ബുഖാരിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഉമ്മത്തിൽ വല്ലാത്ത സ്വീകാര്യത ലഭിച്ച ഒരു ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി, അത്ഭുതമായ ഗ്രന്ഥം. ഏകദേശം 200-ലധികം ഷറഹുകൾ, വിശദീകരണ ഗ്രന്ഥങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വഹീഹുൽ ബുഖാരിക്ക് രചിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടർമാരെക്കുറിച്ച് തന്നെ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടർമാർ ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ. ഇമാം ബുഖാരി വച്ചിട്ടുള്ള കണ്ടീഷനുകൾ, നിബന്ധനകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടുള്ള ബഹ്സുകളും അതേപോലെ തിസീസുകളും ഗ്രന്ഥങ്ങളും ലോകത്തുണ്ടായി.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്തിട്ടുള്ള ഓരോ ബാബിനും കൊടുത്തിട്ടുള്ള ചാപ്റ്ററിനും കൊടുത്തിട്ടുള്ള ഹെഡിങ്ങുകൾ, അതിനെക്കുറിച്ച് പഠനങ്ങൾ, ആ ഹെഡിങ്ങുകളും ഹദീസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്രയധികം സ്വീകാര്യത ലഭിച്ച ഒരു ഹദീസ് ഗ്രന്ഥം ലോകത്തില്ല. നോക്കൂ നിങ്ങൾ, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുകയുണ്ടായി, സനദോടുകൂടി അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകളെല്ലാം സ്വഹീഹാണ്, എല്ലാം സ്വഹീഹാണ്, ഒരു തെറ്റുമില്ല, ഒന്നും കുറ്റം പറയാൻ പറ്റിയതല്ല, തള്ളിക്കളയേണ്ടതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ചോദിക്കും, അതൊരു മനുഷ്യനിൽ തെറ്റുപറ്റുകയില്ല. തെറ്റുപറ്റാം, മനുഷ്യനാണ്, തെറ്റുപറ്റാം. പക്ഷേ ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകളെക്കുറിച്ച് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പഠനം നടത്തുകയും അതെല്ലാം കുറ്റമറ്റതാണ്, ഒരു ദുർബലതയും പറയാനില്ല എന്ന് ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞു. അവർ ഇജ്മാ ആയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തജ്തമിഉ ഉമ്മത്തി അലൽ ളലാല, എൻ്റെ ഉമ്മത്ത് ഒരിക്കലും ഒരു ളലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല, എല്ലാവരും ഓക്കെയാണെന്ന് അഭിപ്രായം പറയില്ല. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള എല്ലാം സ്വഹീഹാണ് എന്ന് വിധി എഴുതുകയുണ്ടായി. അതിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ അതിൽ പോരായ്മയുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത്രയ്ക്കധികം പഠനവും ബുദ്ധികൂർമ്മതയും അതേപോലെ തന്നെ മനനവും ഹദീസ് വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ബഗ്ദാദിൽ വെച്ച് ഒരു കൂട്ടം പണ്ഡിതന്മാർ, അദ്ദേഹത്തിൻ്റെ ഇൽമ അറിയുന്നവരാണ്, അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. 10 പണ്ഡിതന്മാർ, അവർ മുഹദ്ദിസുകളാണ്. ആ 10 പണ്ഡിതന്മാർ, ഓരോ പണ്ഡിതന്മാരും 10 ഹദീസുകൾ വീതം, ഒരു ഹദീസിൻ്റെ സനദ് അതിൻ്റെ പരമ്പര എടുക്കുന്നു, മറ്റൊരു ഹദീസിൻ്റെ മത്തിനെടുക്കുന്നു. അങ്ങനെ സനദിൽ മാറ്റം വരുത്തി, മത്തിനും സനദും മാറ്റി മാറ്റി പറഞ്ഞ് അവർ ഇമാം ബുഖാരിയുടെ മുമ്പിൽ അവർ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അതിനുശേഷം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ, ഓരോ പണ്ഡിതനും പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അതിലുള്ള തെറ്റുകൾ, എവിടെയാണ് അതിൽ മാറി വന്നിട്ടുള്ളത്, ഇന്ന ഹദീസ് ഇന്ന സനദ് അത് ഇന്ന സനദ് ഇന്ന മത്തിൻ്റേതാണ്, ഇന്ന മത്തിന് ഇന്ന സനദിൻ്റേതാണ്, അത് ഇന്ന ആളിൽ നിന്ന് കേട്ടിട്ടില്ല, ആ പറഞ്ഞത് ശരിയല്ല, ഇത് അതിൻ്റെ സ്വഹീഹായിട്ടുള്ളത് ഇങ്ങനെയാണ്, അതിൽ സ്വഹീഹായിട്ടുള്ളത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞ ഓർഡറിൽ തന്നെ പറഞ്ഞു കൊടുത്തു എന്നുള്ള അത്ഭുതമാണ് ലോകത്തിന് പറയാനുള്ളത്, ചരിത്രത്തിന് പറയാനുള്ളത്. ഇതായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുക, അവരുടെ ഗ്രന്ഥം, അവരുടെ സേവനങ്ങൾ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ അതിനെ തള്ളിക്കളയാതിരിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ഖുർആനും സുന്നത്തുമാണ് ഈ ദീനിൻ്റെ പ്രമാണങ്ങൾ എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ പണ്ഡിതന്മാരുടെ കൂടെ സ്വർഗം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.